Watch full episodes on Jio Hotstar. നിങ്ങൾ വൈകി വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങി. വരൂ, ഇന്ന് നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം വരാം. വരൂ നടക്കൂ. ഇതെന്താണ്? പത്തുലു, വലിയേട്ടാ, ചിങ്ങം സാറേ, ഒന്നിങ്ങോട്ട് നോക്കൂ. ഈ ഗെയിമിൽ ലൈറ്റ് വരുന്നത് കണ്ടില്ലേ? മോട്ടു, പുറത്ത് സൂര്യന്റെ വെളിച്ചം കൊണ്ട് ഇവിടെ അത് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വേഗം വാ, നമുക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാന്നേ. ഭക്ഷണോ? ദേ ഞാൻ എത്തിപ്പോയി. പത്തുലു, ഒടുക്കത്തെ വിശപ്പ്. സമൂസേ. ഇറ്റലിയിലെ സമോസ കിട്ടില്ല. പൊളിച്ചേ, ഇറ്റലിയിൽ സമൂസയുണ്ട്. ഇറ്റലിയിൽ സമൂസ കിട്ടിയേ. ആദ്യം സമൂസ കഴിക്കട്ടെ, എന്നിട്ട് മതി കറക്കമൊക്കെ. ഇനി പോട്ടെ. ഇതെന്താ സംഭവിക്കുന്നത്? ഇതെന്താണ് പത്തലു? ഓടിക്കോ. ഇതെന്താണപ്പാ? ഓടിക്കോ. ചൊറഞ്ഞിട്ട് വയ്യല്ലോ. മോട്ടു, ഒരു വഴിയുണ്ട്. പൊളിക്കടുത്തല്ല. മോട്ടു, നീ എന്ത് പണിയെ കാണിച്ചത്? സമോസ കഴിച്ച് വേഗത്തിൽ ഈ ബിൽഡിംഗ് കയറിയത് കൊണ്ട് ഇതിന്റെ ഷേപ്പ് തന്നെ ഇപ്പൊ മാറിപ്പോയല്ലോ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, പോട്ടു, നീ എന്താ ഈ കാണിച്ചിരിക്കുന്നത്? നീ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ സംഭവിക്കാന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്റെ ചൊറിച്ചിലിപ്പോ മാറിയല്ലോ, പക്ഷെ ടവർ ചെരിഞ്ഞു പോയല്ലോ. വലിയേട്ടാ, സോറി. ഞാനാണ് സത്യം. ഞാനൊന്നും അല്ല ഇത് ചെയ്തത് കേട്ടോ. ഞാനല്ല ചെയ്തത്. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മാറിക്കേ, എല്ലാരും സൈഡിലേക്ക് മാറിക്കേ. എന്റെ മോട്ടു, നീ എന്താ ചെയ്യാൻ പോകുന്നേ? പത്തുലു, ദേഷ്യം പിടിക്കരുത്. ഞാൻ കാരണമല്ല ഈ ടവർ ഇങ്ങനെ ചെരിഞ്ഞു പോയത്. നീ ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കേ. കണ്ടില്ലേ, ആ ടവർ ഏത് സമയം താഴേക്ക് വീഴും. Oh no! അയാളാ ലീനിങ് ടവർ നേരെയാക്കി വെച്ചിരിക്കുന്നു. ഡോക്ടർ ജഡ്കയും ഗസീറ്ററാമും തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ. പക്ഷെ നീ എന്താ ചെയ്ത് മോട്ടു, നീ ഈ ടവറിനെ നേരെ നിർത്തിയിരിക്കുകയാണ്. ഇത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇത് 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് മോട്ടു. പക്ഷെ നീ ഇപ്പൊ എന്താ ഈ കാണിച്ചത് മോട്ടു? നീ ഇപ്പൊ ഇതിന്റെ മുഴുവൻ വാല്യൂവും ഇല്ലാതാക്കിയിരിക്കുക. സോറി പത്തലു, ഞാൻ 1 മിനിറ്റ് ഇമ്പോർട്ടന്റ് ക്രിയേഷനെ കുറിച്ച് ഒട്ടും ഓർക്കാതെ പോയി. ഇപ്പൊ ശരിയാക്കി തരാം. വീണ്ടും ഞാനത് പഴയതുപോലെ ആക്കട്ടെ.
മറ്റുള്ള ടവേഴ്സ് ഒക്കെ രക്ഷപ്പെട്ടല്ല. ഇവന്മാര് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ഓടാൻ നോക്കാം. ഓടിക്കോ. ഓടിക്കോ. പത്തലു അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഗെയിമിൽ വീണ്ടും ലൈറ്റ് വരുന്നത് കണ്ടില്ലേ? പൊളിച്ചെടുത്തല്ല. പൊളിച്ചെടുത്തല്ല. എനിക്ക് തോന്നുന്നത് ഈ ഗെയിം അതിനോടൊപ്പം കളിക്കാൻ നമ്മളെയും വിളിക്കുന്നുണ്ടെന്നാ. ഇൻവിറ്റേഷൻ തരികയാണെന്നേ. നമ്മളെല്ലാരും ചുറ്റിക്കറങ്ങി വന്നത് കൊണ്ട് വന്നേ, നമുക്ക് ഒരുമിച്ച് ഈ ഗെയിം കളിക്കാം. ഗെയിം എനിക്കാണ് കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് ചാൻസ് എന്റേതായിരിക്കണം. എന്റെ ചാൻസ് ആണ്. Next. എന്റെ കൂടെ വാ. Next. ഇനി ഞാൻ കുലുക്കി കാണിക്കാം. Next. ഇനി കണ്ടോ, അടുത്തത് എനിക്കാണ്. യെസ്. ആറ് ആറ് ആറ്. Next, please. നീ പറയുന്നത് കേക്കില്ല. പൊളിച്ചെടുത്തല്ലോ. ഓടിക്കാ. എന്റെ അമ്മോ. Hello, players. എവിടെ പോയി എല്ലാരും? ഒളിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. ഹായ് friend. പൊളിച്ചെടുത്തല്ലോ മമ്മി. പേടിക്കണ്ട. Tell me, do you like water world? യെസ് യെസ്. എനിക്ക് വാട്ടർ വേൾഡ് വളരെ ഇഷ്ടമാണ് കേട്ടാ. സ്ലൈഡിൽ ഊർന്ന് വരുന്നത്, പിന്നെ വെള്ളത്തിൽ കളിക്കുന്നത്, ഡാൻസ് കളിക്കുന്നത്, അങ്ങനെ എനിക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടാ. Good. Very good. Then welcome to water world. Boom boom ram pam pam pam. എന്റെ അമ്മോ, നമ്മളെല്ലാരും ഹോട്ടൽ മുറിയിൽ നിന്ന് നേരെ ഈ വാട്ടർ വേൾഡിലേക്ക് എങ്ങനെയാണ് വന്നത്? നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഓക്സിജൻ മാസ്ക് ഇല്ലാതെ നമ്മൾ എല്ലാരും എങ്ങനെ ഈ വെള്ളത്തിൽ ശ്വാസം വിടുന്നത്? പിന്നെ എങ്ങനെയാണ് നമ്മൾ എല്ലാരും ഇവിടെ നിന്ന് വിശ്രമിക്കുന്നത്? ഇത് മുഴുവനും ഈ ഗസീറ്ററാം കാരണം ഉണ്ടായതാണ്. കളിക്കാൻ എന്ന വ്യാജേന ഇയാള് നമ്മളെ ഇങ്ങനെ ഒരു കുരുക്കിലാണ് കുരുക്കിയത്. ഇയാൾ ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ വരില്ലായിരുന്നു. എന്റെ രോഗികളാണെങ്കിൽ സത്യം കസീട്ടോ, ഇത്തവണ എനിക്ക് നിന്നോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. വേണ്ട വേണ്ട, തല്ലല്ലേ തല്ലല്ലേ. മമ്മി രക്ഷിക്കണേ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സോറി, ഞാൻ ഈ തെറ്റ് ചെയ്യില്ല. ഏതായാലും ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ സ്ഥലം ഒന്ന് ചുറ്റിക്കറങ്ങാന്നേ. ഇനി ചിലപ്പോ ഒരു അവസരം നമുക്ക് കിട്ടിയില്ലെങ്കിലോ? എന്തു പറയുന്നു?
ഇതൊരു മാജിക്കൽ ഗെയിമിന്റെ മാജിക്കൽ ലോകമാണ്. ആ മാജിക്കൽ ലേഡി വളരെ തന്ത്രപരമായാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അവളെ എങ്ങാനും കണ്ടാൽ ചോദിക്കണം എന്തിനോട് ഞങ്ങളോട് ഇത് ചെയ്തതെന്ന്. റോ, 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 റോ. റോ, റോ, റോ. ഓ, ഗോസ്കോ, ഗവാസ്കോ, പെട്രോസ്കി, ഗോസ്കയും ഈ നാട്ടിലെ ശിവമണിയും ഞാനാണ്. വെൽക്കം, വെൽക്കം. വാട്ടർ വേൾഡിൽ മനുഷ്യർക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ടൂറിസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒക്ടോഡോണിന്റെ വൺ മാൻ ബാൻഡിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിന്റെ ഓഫർ ഉണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. എന്റെ വയറിനകത്താണെങ്കിൽ എലികൾ കിടന്ന് ഓടി കളിക്കുകയാണ്. പത്തില് വലിയേട്ട ഒന്ന് വേഗം വരൂന്നേ. ആദ്യം പോണവർക്കാണ് ആദ്യം അവസരം കിട്ടുക. മോട്ടു, ഗസീറ്ററാമിനെ കൊണ്ട് ഒരു പ്രശ്നം തീർന്നതേ ഉള്ളൂ. അതിനകത്ത് ഇനി പുതിയത് വലിച്ചു വാരി വെക്കണോ? ആലോചിക്കാതെ എടുത്ത് ചാടരുത്. എന്റെ പത്തിലു ഇതിൽ എന്താണ് ആലോചിക്കാനുള്ളത്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വരൂ, നമ്മളാണ് ഫസ്റ്റ്. അവിടെയാണെങ്കിൽ ഇപ്പൊ ആരും ഇരുന്നിട്ടുമില്ല. ആദ്യം അവിടെ ആരെത്തുന്നോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവർ വിളമ്പി തന്നേ പറ്റൂ. Thank you everybody for coming. Let's enjoy the music. ചപ്പാട് 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 ചപ്പാട്. Excuse me, sir. You want to play drums? Yes, why not? അല്ല, എന്താ എല്ലാരും നോക്കി നിൽക്കണേ? കമോൺ, നിങ്ങളുടെ കൂട്ടുകാരന് കമ്പനി കൊടുക്കുന്നില്ലേ? പൊളിച്ചെടുത്തല്ല. കൂട്ടുകാരന് കമ്പനി കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കൊടുക്കുക? എനിക്ക് കൂട്ടുകാരന് കമ്പനി കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് ട്ടാ. അത് ശരി. എന്റെ അത്തിപ്പാറ അമ്മച്ചേ, എന്നെ ഇങ്ങനെ ഇക്കിളി കൂട്ടരുത്. മോട്ടു രക്ഷിക്കുക. രക്ഷിക്കണേ. Audience, I am very tired now. This is lunch time. വേഗം വേഗം ലഞ്ച് തരൂ എന്റെ ഒക്ടോ ചേട്ടാ. ഞങ്ങൾക്ക് വല്ലാണ്ട് വിശന്നിരിക്കുക. Correction. നിങ്ങൾക്ക് ആർക്കും ഒന്നും ഭക്ഷിക്കേണ്ട ആവശ്യമേ വരില്ല. അതെന്താ ഒക്ടോ ചേട്ടാ? ഞങ്ങളല്ലേ ആദ്യം എത്തിയത്. നിങ്ങൾ പറഞ്ഞതാണല്ലോ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന്. ആ കാര്യം ഞാൻ ഇപ്പൊ കൂടെ വീണ്ടും പറയുന്നു. നിങ്ങളായിരുന്നു ആദ്യം വന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് എന്റെ ലഞ്ചിൽ ആദ്യം സെർവ് ആകുന്നത്. എന്താ? എന്റെ അമ്മോ, ഈ കസിറ്ററാം കാരണം ഞാനിപ്പോ ഇവന്റെ അടുത്ത് കുടുങ്ങിയിരിക്കുകയാണ്. തനിക്ക് കൂട്ടുകാരുടെ കമ്പനി വേണം അല്ലേ? ശരിയാക്കി തരാം. ഒക്ടോഡോണ്, ഇത് ഭയങ്കര ചതിയാണ്. വേണ്ട 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 വേണ്ട. മോട്ടു ചങ്ങ. എന്നൊന്നും ചെയ്യില്ല, എന്നൊന്നും ചെയ്യില്ല. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. അവരെ പിടിക്കേ. എന്റെ അമ്മോ, മമ്മി, ഡാഡി, കടല, പഴംപൊരി, പപ്പടം ഒക്കെ തരാം. എന്നെ വിട്ടേക്ക്. ഓടിക്കോ.
എന്റെ മോട്ടു ഓടിയിട്ട് കാര്യമില്ല, നമ്മള് വെള്ളത്തിനടിയിലാണ്. ഓടിക്കോ ഓടിക്കോ. അതിനകത്തേക്ക് പോകാം. നീന്തിക്ക, വേഗം നീന്തിക്ക. വേഗം നീന്തിക്ക. വേണ്ട വരുന്നു, ഓടിക്കോ. എന്താ ഇവിടെ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു. ഞങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇനി ഇവിടെ ഓടി എങ്ങോട്ട് പോകും? എന്റെ വലിയേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. നമ്മുടെ പണി കഴിഞ്ഞു എന്നാ തോന്നുന്നേ. ഐഡിയ. മോട്ടു, ഓടിക്കട്ടല്ല, ഓടിക്കട്ടല്ല. മോട്ടു, ഡോക്ടർ ജഡ്ക അദ്ദേഹത്തിന്റെ ജോലി തുടങ്ങിയിരിക്കുക. നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള പണി എത്രയും പെട്ടെന്ന് നോക്കണം. ഗസീറ്ററാം, മാജിക്കൽ ലേഡിയെ വിളിക്കൂ വേഗം. ആര്? ഞാനോ? ഞാനതിനെ വിളിക്കില്ലേട്ടാ. ഓക്കെ 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 ഓക്കെ, ഞാൻ അതിനെ വിളിച്ചോളാം, പേടിക്കണ്ട. മാജിക്കൽ ലേഡി, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാ ഒന്ന് വേഗം ഇങ്ങോട്ട് വരണേ പ്ലീസ്. മാജിക്കൽ ലേഡി, ഒന്ന് വേഗം വരൂ. നിങ്ങൾ എന്നെ ഓർമ്മിച്ചോ? ഐ ആം ഷോക്ക്ഡ്. എന്നോട് സോറി പോലും പറയാൻ പറ്റാത്ത ആള് എന്നോട് പ്ലീസ് എന്ന് പറയുന്നു. ഇനി പറയേ, ഗെയിം കളിക്കണോ അതോ വേണ്ടയോ? പ്ലീസ് പ്ലീസ് പ്ലീസ്, വേഗം ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യേ പ്ലീസ്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ആരുടെ പിന്നാലും പോയിട്ട് ഇങ്ങനെ യാചിച്ചിട്ടൊന്നും ഇല്ലേട്ടാ. പക്ഷെ ഇതിന്റെ അടുത്ത് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ദുഷ്ടത്തി. What? I don't like this man. ഓരോ സമയത്ത് ഓരോ സംസാരം. ബൈ ബൈ. ഞാൻ ഒരിക്കലും ചെയ്യില്ല. സോറി സോറി മാജിക്കൽ ലേഡി, സോറി സോറി. ഒന്നും കൂടി വരണം. സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. Next. മഴയോ? വലിയേട്ടാ, നിങ്ങൾ അങ്ങനെ പൊളിച്ചു കേട്ടോ. എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നേ? എല്ലാം മാറി മറിഞ്ഞതുപോലുണ്ടല്ലോ. കാരണം അത് ഇന്ന് ഒരിക്കലും നടക്കാത്ത ഒന്ന് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ നോക്ക്, ഇന്ന് നമുക്ക് നല്ലൊരു മഴയല്ലേ കിട്ടിയത്.
നമ്മളെല്ലാവരും ഇന്ന് ശരിയായി. നിങ്ങൾ ആരോടാണോ വഴക്കിട്ടത് ആ മനുഷ്യര് തന്നെയാണ് നമ്മുടെ ജീവിതം ഇന്ന് തിരിച്ചു തന്നത്. താങ്ക് യു വെരി മച്ച്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു. താങ്ക് യു മോട്ടു പത്ലു. താങ്ക് യു. താങ്ക് യു. ഇന്നസെൻസിയ, നിന്നെ കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. ബൈ ബൈ. ബൈ ബൈ. എനിക്കും. അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്കൊരു കാര്യം അറിയണം. ഏലിയൻസിനെ ആർക്കൊക്കെയാണ് ഇഷ്ടം? അതെ, എനിക്ക് ഏലിയൻസിനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടാ. ഞാൻ അവരെ കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട്, അറിയോ? വെരി ഗുഡ്. എന്നാൽ പിന്നെ ഗെറ്റ് സെറ്റ് റെഡി. താങ്ക് യു മാജിക്കൽ ലേഡി മാഡം. എനിക്ക് പേടിയാവുന്നു. രം പം പം പം. പൊളിച്ചെടുത്തല്ലോ, പൊളിച്ചെടുത്തു. മമ്മി, രക്ഷിക്കണേ. എന്റെ അമ്മോ, ആരാ പിന്നെ തല്ലിയത്? The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. വീണ്ടും എന്നെ ആരാ തല്ലിയത്? അനങ്ങി പോരുത്. പൊളിച്ചെടുത്തല്ലോ മമ്മി. ആർക്കാ ഞങ്ങൾ ഇവിടെ തല്ലാൻ ധൈര്യം വന്നിരിക്കുന്നത്? ഓ എന്റെ അത്തിപ്പാര അമ്മച്ചി. ഹേ എന്താ ഇത്? മോട്ടു. ഓ എനിക്കൊന്നും കാണുന്നില്ല. മമ്മി, രക്ഷിക്കണേ. എന്റെ കണ്ണട കാണുന്നില്ല. എന്റെ കണ്ണട കാണുന്നില്ല. എവിടെ പോയി എന്റെ കണ്ണട? എന്റെ കണ്ണട കാണുന്നില്ല. എന്റെ അമ്മ ഓടിക്കോ. സ്റ്റോപ്പ്. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. അവിടെ നിൽക്കാൻ. ഇത് നിങ്ങളുടെ ഫുർഫുറി നഗർ അല്ല. ഇവരെല്ലാം പിടിച്ച് ലോക്കപ്പിൽ ഇടാനായിട്ട്. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, നമുക്ക് വേഗം അവരെ പിടിക്കാം. വാ, വാ. ഏയ്, stop. Come on. മമ്മി, രക്ഷിക്കണേ. നിങ്ങള് ഹ്യൂമൻസ് അല്ലേ? ഞങ്ങളുടെ പ്ലാനറ്റിൽ എങ്ങനെ എത്തിയേ? അതൊരു വലിയ കഥയാണ് എന്റെ ഏലിയൻ ചേട്ടാ. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കളിച്ച് കളിച്ച് അവസാനം ഇവിടെ എത്തിപ്പെട്ടതാണ്. ഞാൻ മോട്ടുവാണ്. ഇതെന്റെ പ്രിയ സുഹൃത്തായ പത്ലു. പിന്നെ ഇത് ചിങ്കം സാറും ഇത് ഗസീട്ട റാമും. പിന്നെ ഇതാണ് ഡോക്ടർ ജഡ്ക.
ആട്ടെ, നിങ്ങളൊക്കെ ആരാണ്? ഞാൻ കിങ് ഏലിയൻ ആണ്. പിന്നെ ഇതെന്റെ പ്രജയും. ഞങ്ങൾ ടീനിയൻസ് ആണ്. പക്ഷെ നിങ്ങളൊക്കെ കാണാൻ വളരെ ചെറുതും വളരെ ക്യൂട്ടുമാണ്. ഞങ്ങളെ കളിയാക്കുകയാണോ? ഞങ്ങൾ ടീനിയൻസ് ആണ്, പക്ഷെ ഞങ്ങൾക്കെല്ലാം മനസ്സിലാവും. കിങ്, നിങ്ങളുടെ ആൾക്കാരൊക്കെ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അത് വെറുതെ കരയണ്ട. ഞാൻ എന്റെ ആൾക്കാരുടെ പക്ഷത്ത് നിന്ന് സോറി പറയുന്നു. സത്യത്തേക്കുള്ള പോരാട്ടം എപ്പോഴും കൈപ്പേറിയതാണ്. ഇപ്പൊ നിങ്ങളെ എല്ലാവരെയും എന്റെ 5 ടീനേഴ്സിന്റെ അടുത്തേക്ക് ഞാൻ വിടുന്നു. അവർ അവരുടെ തെറ്റുകൾ സ്വയം മനസ്സിലാക്കിയെങ്കിൽ അവർ തന്നെ മുന്നോട്ട് വരും. വരൂ, മുന്നോട്ട് വാ. സോറി, ഞങ്ങള് നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചു. ആ ഡ്രാഗോണ കാരണമാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് ക്ഷമിച്ചെന്ന് പറയാ. അതിരിക്കട്ടെ, ഈ ഡ്രാഗോണ ആരാണ്? ഡ്രാഗോണ ശരിക്കും ഒരു വലിയ ഏലിയൻ ക്രീച്ചർ ആണ്. ഇതേ കാണിച്ചു തരാം. അത് എല്ലാ മാസവും 5 പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. നാളെ മാസത്തിന്റെ അവസാന ദിവസമാ. നാളെ ആർക്ക് പോണ്ടെന്ന് വെച്ചാ ഞാൻ അവരുടെ ലൈഫിന്റെ അവസാനത്തെ ജീവിതം ജീവിക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഈ 5 പേര് നിങ്ങളെ എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിച്ചത്. കരയരുത്, പ്ലീസ് കരയരുത്. ഞങ്ങൾ നിങ്ങളെ ഡ്രാഗോണയുടെ വയറ്റിലേക്ക് പോകാൻ അനുവദിക്കില്ല. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഇത്രയധികം പേരില്ലേ? എത്ര ആൾക്കാരാ? എന്തുകൊണ്ട് ഡ്രാഗണോട് ഫൈറ്റ് ചെയ്തൂടാ? നിങ്ങളാരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അതെ, ഫൈറ്റ്. നമ്മൾ പോരാടി അവരെ തോൽപ്പിക്കണം. ഞങ്ങൾ ആരും ഇതുവരെ ആരുടെ കൂടെ ഒരു ഫൈറ്റും ചെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള അപകടം വരുന്നതിന് മുമ്പ് ഞങ്ങളങ്ങ് ഒളിച്ചു കളയും. ഓ എന്റെ ചങ്കുകള്, എന്റെ രോഗികളാണെങ്കിൽ സത്യം ഇത് കണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുന്നത് ഇല്ല. ഞങ്ങളുടെ കയ്യിലെ ആനകളെ വരെ ഒതുക്കുന്ന ഉറുമ്പുകളുണ്ട്, അറിയാമോ? ആനയോ? അതെന്തൊട്ട് സാധനമാണ്? ഉറുമ്പുകളെന്ന് പറഞ്ഞാലേ അത്ര നിസാരക്കാരൊന്നും അല്ല. അവർ ആനകളുടെ ചെവിയിലും മൂക്കിലും ഒക്കെ കയറി കടിക്കും. അതെയോ? Watch India's largest kids library only on Jio Hotstar. Download the app now.